അസ്സലാമലൈക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന കടുപ്പത്തിലുള്ള നല്ലൊരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ മസാല ചായ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാല ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളമാണ് വെക്കുന്നത്. ഞാനൊരു 6 കപ്പ് ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം 3 കപ്പ് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ 3 കപ്പ് പാലുമാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചൂടുള്ള പാലാണ്. പിന്നെ അതിലേക്കുള്ള മസാലകളുണ്ട്. ഇഞ്ചിയാണ്, ഇഞ്ചി നല്ല ഞാൻ ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു 5 ഏലക്കായ ഞാൻ എടുത്തിട്ട് നല്ലൊന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല ചായക്കുള്ള ഈ സ്പൈസസൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടി നമുക്ക് എത്രയാണ് കടുപ്പം വേണ്ടത്, കൂടുതൽ നല്ല കടുപ്പത്തിലുള്ള ചായ ആണെങ്കിൽ കുറച്ചധികം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു പാകം മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചായപ്പൊടി ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ മതി, ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആറ്റി നോക്കുക എത്ര കളറ് വേണം എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പൊടി ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം കാച്ചി വെച്ച പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാല് നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 3 കപ്പ് വെള്ളവും 3 കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് എന്നാൽ ഒരു ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതുപോലത്തെ 3 ഗ്ലാസ് ചായയും 3 കപ്പ് ചായയല്ല 3 കപ്പ് വെള്ളവും 3 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ടിയിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കാം. മധുരം അവനവൻ്റെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മധുരം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്കിത് വേഗം തന്നെ ഈ ചായപ്പൊടി ഇതിൽ തന്നെ വെച്ച് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ വേഗം ഒരു അടുപ്പയിൽ കൂടി ഒന്ന് അരിച്ചിട്ടാണ് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചായ നല്ല മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ മസാല ചായ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചായയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല ചൂടുള്ള കടുപ്പത്തിലുള്ള നമ്മുടെ മസാല ചായ കുടിച്ചിട്ട് നല്ല ടേസ്റ്റിയുള്ളൊരു ചായയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഇൻഷാ അല്ലാഹ്.